മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ രണ്ടാമതും ഇ.ഡി. ചോദ്യം ചെയ്തിരിക്കുന്നു. ആദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി 10 മണിക്കൂറിലേറെയാണ് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടത്. ഇ.ഡിയുടെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ സത്യമാണെന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് വീണ വിജയനും എത്തിച്ചേർന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സ്വന്തം ചെയ്തികളും സ്വന്തം തട്ടിപ്പും ഇ.ഡി എല്ലാം അറിഞ്ഞു എന്നുള്ളതും അതിൻ്റെ രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതും വലിയ തരത്തിലുള്ള വിഷമങ്ങളാണ് പിണറായി വിജയന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ മാത്രമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലെന്ന് ഉറപ്പിക്കുകയാണ്. പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള മൊഴികളിൽ വ്യക്തതയില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനിയും കുറെ അറിയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. CMRLന്റെ ഉന്നതരുടെയും വീണയുടെയും മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇ.ഡിയുടെ വിലയിരുത്തൽ. അതായത് അവർ തമ്മിൽ പറഞ്ഞു പഠിച്ചു എങ്കിലും ഇ.ഡിയുടെ മുന്നിലെത്തുമ്പോൾ തട്ടിപ്പ് നടത്തിയവർ തന്നെ 2 തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് സാരം. ഈ സാഹചര്യത്തിലാണ് അടുത്ത ആഴ്ച വീണയെയും CMRL ഉന്നതരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. കേസിൽ 2 തവണയായി 19 മണിക്കൂറോളമാണ് വീണയെ ഇ.ഡി ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ CMRL നിന്നും ലഭിച്ച 2,78,00,000 രൂപയുടെ വിനിയോഗത്തിലടക്കം ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ 2,78,00,000 രൂപ വാങ്ങിച്ചു എന്നുള്ളതും ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതും ഇ.ഡിക്ക് ബോധ്യമായി എന്ന് മാത്രമല്ല, അത് വീണ സമ്മതിച്ച മട്ടാണ്. വീണയുടെ സ്വത്തുക്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇ.ഡി ശേഖരിച്ചിട്ടുണ്ട്. കാര്യമായ പ്രവൃത്തി പരിചയം ഇല്ലാതിരുന്നിട്ടും CMRL എന്ന കരിമണൽ കമ്പനിയുടെ കരാർ വീണയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്നതിലാണ് പ്രധാനമായും അന്വേഷണം. അതല്ലാതെ ഇതുവരെ നടന്നതുപോലെ വീണ കരിമണൽ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നുവെന്നോ അല്ലെങ്കിൽ അതിൽ എത്ര രൂപ കള്ളപ്പണമായി സ്വീകരിച്ചിരുന്നുവെന്നോ ഒന്നുമല്ല. ഇനി നടക്കാനുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഇതിന് പ്രധാനമായും ഉപയോഗിച്ചത് എന്തിനാണ് എന്നൊക്കെയുള്ളതാണ്. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വീണയും എക്സാലോജിക്കുമായി CMRL കരാറിൽ എത്തുന്നത്. അന്ന് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അതാണ് പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വാർത്ത ഇന്നലെ മുതൽ വന്നു തുടങ്ങിയത്. ഈ കാലയളവിൽ കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരം ലഭിച്ചിട്ടുണ്ടോ എന്നതിലടക്കം അന്വേഷണം നടക്കുമ്പോൾ അത് പോകുന്നത് മുഴുവൻ പിണറായി വിജയനിലേക്ക് തന്നെയാണ്. CMRL കമ്പനിയുടെ 182 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് ഇ.ഡി മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് തന്നെ ഈ കരിമണൽ കമ്പനിയുമായുള്ള കരാർ ലഭിക്കുന്നത് സാധാരണ ഇൻ്റർവ്യൂ നടത്തിയിട്ടല്ല, തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൽ നേടിയ ഈ കരാർ എന്ന് പറയുന്നത് വീണ വിജയൻ്റെ പിതാവായ പിണറായി വിജയനെ കണ്ടിട്ട് തന്നെയാണ്. പിണറായി വിജയൻ സഹായിച്ച കരിമണൽ കമ്പനി അദ്ദേഹത്തിന് പ്രത്യുപകാരമായി കോടിക്കണക്കിന് രൂപ നൽകിയത് മകളിലൂടെ എന്ന് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ പ്രതി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെ മുന്നിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമതും ചോദ്യം ചെയ്യലിലൂടെ പിണറായി വിജയൻ്റെ പങ്കാണ് കൂടുതൽ വ്യക്തമാകുന്നത് എന്നിരിക്കെ നാളെ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വരെ ഇപ്പോൾ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ വീണ വിജയനെ തുടർച്ചയായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ പങ്ക് വ്യക്തമാകുന്നു എന്ന് മാത്രമല്ല, അവരുടെ പിതാവായ പിണറായി വിജയൻ്റെ വ്യക്തമായ പങ്ക് കൂടി തെളിയുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മൊത്തം മാറുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ നേതൃപദവിയിൽ നിന്ന് പിണറായി വിജയൻ്റെ പടിയിറക്കത്തിൻ്റെ ലക്ഷണം കൂടിയാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിലൂടെ വന്നിരിക്കുന്നത്.